ഗോവ ഗവർണറുടെ കേരള യാത്രയിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ഗവർണറുടെ വാഹനവ്യൂഹത്തിനിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റി. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ജൂലിയസ് നിക്കിത്താസ് ആണ് കാർ ഓടിച്ചു കയറ്റിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തില്ല. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഗോകുൽ ചേരുന്നു. ഗോകുൽ, വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച, അതും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ജൂലിയസ് നിക്കിത്താസ് ഈ വാഹനവ്യൂഹത്തിന് നേരെ കാർ ഓടിച്ചു കയറ്റിയ സാഹചര്യം എന്താണ് സംഭവിച്ചത്? പോലീസ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കേസെടുത്തില്ല എന്നാണ്? കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. ഈ സംഭവം ഞായറാഴ്ചയാണ് നടന്നതെങ്കിലും പോലീസോ മറ്റ് വൃത്തങ്ങളോ ഇതൊന്നും പുറത്തു പറയാതെ മറച്ചു വെക്കുന്ന ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. ഞായറാഴ്ച രാത്രി 7:50 കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് മാറാട് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഗോവ ഗവർണർ ശ്രീധരൻപിള്ള കോഴിക്കോട് വസതിയിലേക്ക് വരുന്നതിനിടയിൽ മാവൂർ റോഡിന് ഇടയിൽ വെച്ചാണ് സംഭവം. CPM നേതാവിന്റെ മകൻ ജൂലിയാസ് നിക്കിതാസ് ഒരു തവണ യാദൃശ്ചികമായി സംഭവിച്ചതല്ല, 2 തവണ ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് തന്റെ കാർ ഇടിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. മാവൂർ റോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം അഴകുടി ക്ഷേത്രം റോഡിലെ ജംഗ്ഷനിലാണ് സംഭവം. ഗവർണറുടെ വാഹനം കടന്നു പോകുന്ന സമയത്ത് തന്നെ അതിന്റെ ഇടയിലേക്ക് കാർ കയറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത്. ആ സമയത്ത് പോലീസുകാർ ഇടപെടുകയും വണ്ടി മാറ്റണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അതിന് ഈ നികിതാസ് തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് പോലീസുമായിട്ട് നികിതാസ് തർക്കിക്കുകയുണ്ടായി. ഇതേ പോലീസും നികിതാസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഈ ജൂലിയസ് നികിതാസ് CPM ജില്ലാ സെക്രട്ടറി മോഹന്റെ മകനാണ് എന്ന് പോലീസിന് തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഈ നികിതാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് അവിടെ നടന്ന ചോദ്യം ചെയ്യലിലാണ് ഇദ്ദേഹം ഉന്നതനായ CPM നേതാവിന്റെ ജില്ലാ സെക്രട്ടറി മോഹന്റെ മകനാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയും നിസ്സാരമായ തുക 1000 രൂപ പിഴ അടച്ചതിന് ശേഷം നികിതാസിനെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. നമുക്കറിയാം, നവകേരള യാത്ര അതുമായി ബന്ധപ്പെട്ട് ഈ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെയൊക്കെ തല്ലിച്ചതച്ച സംഭവങ്ങളുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ ഒരുപക്ഷെ പോലീസ് നടപടിയിലേക്ക് നീങ്ങിയെങ്കിൽ പോലും ഇപ്പോഴും അയാൾ ചോദ്യം ചെയ്യലിനൊന്നും ഹാജരാകാത്തൊരു സാഹചര്യം. ആ ഒരു സമയത്താണ് ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ ഇപ്പോൾ CPMന്റെ ഉന്നത നേതാവിന്റെ മകനായ ഒറ്റ കാരണമുണ്ട്. കാരണം പോലീസിന് നേരെ ഇയാൾ കയർത്തു എന്നൊക്കെയാണല്ലോ. ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്താമെങ്കിൽ പോലും കസ്റ്റഡിയിലെടുത്ത് വളരെ ചെറിയൊരു തുക പിഴയായി അടപ്പിച്ച് പറഞ്ഞു വിട്ടത് രാഷ്ട്രീയ സ്വാധീനം മൂലം മാത്രമാണ് എന്ന് നോക്കിക്കാണട്ടെ. അതെ, ഈ വിഷയം നടന്നിട്ട് ഇപ്പൊ 3ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോ വിഷയവുമായി ബന്ധപ്പെട്ട കേസിന്റെ നടപടിക്രമങ്ങൾ ഏതുവരെ എത്തി എന്നത് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന സമയത്ത് പോലും അവർ കൃത്യമായ ഒരു മറുപടി തരാൻ തയ്യാറാവുന്നില്ല. നമ്മൾ ഓരോ ഉദ്യോഗസ്ഥർ വിളിക്കുമ്പോഴും അത് ഞാനായിരുന്നില്ല, അത് മറ്റുദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും നമ്പറുകൾ മാറ്റി തന്ന് നമ്മൾ പല ആളുകളെ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് നമുക്കറിയാവുന്നതാണ്. അത് സുരക്ഷാ ഉദ്യോഗസ്ഥൻ, മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന സമയത്ത് ഞാനത് കണ്ടില്ല എന്നായിരുന്നു ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി നൽകിയത്. ഈ ഘട്ടത്തിൽ 2 നീതിയാണ് നടപ്പിലാവുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ഈ ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ഈ അക്രമം നടക്കുന്നത് CPM ജില്ലാ സെക്രട്ടറിയുടെ മകനാണ് എന്ന ഒരു കാരണത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ നടപടി വൈകുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയം പുറത്തു വരാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് BJP ഘടകത്തിൽ നിന്നൊക്കെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഗോകുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.